വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയത്. മാനന്തവാടി നഗരത്തിൽ നിന്ന് വെള്ളിയാഴ്ച മയക്കുവെടിവെച്ച് പിടികൂടിയ ശേഷം കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ റിസർവിലേക്കുള്ള മാർഗമധ്യയാണ് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞത്. ആനയുടെ ജഡത്തിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത കേരള വനം വകുപ്പിലെ 14 ജോലിക്കാരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യണമെന്നാണ് അനിമൽ ലീഗൽ ഫോഴ്സ് എന്ന സംഘടന പരാതി നൽകിയത്. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്കാണ് അനിമൽ ലീഗൽ ഫോഴ്സ് ജനറൽ സെക്രട്ടറി ഏഞ്ചൽസ് നായർ പരാതി നൽകിയത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുന്നത് കുറ്റകരമാണ്. 2 വട്ടം മയക്കുവെടിയേറ്റതും ഒരു തുള്ളി വെള്ളം പോലും നിഷേധിക്കപ്പെട്ടതുമായ ഒരു ജീവി പാതിരാത്രിയിൽ ലോറിയിൽ തന്നെ ഹൃദയം പൊട്ടി മരിച്ചപ്പോൾ സൂര്യപ്രകാശത്തിൽ ആ ജഡത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നേരം വെളുക്കുന്നത് കാത്തുനിൽക്കുകയായിരുന്നു കേരള വനംവകുപ്പ് ജീവനക്കാരെന്നാണ് പരാതിയിൽ പറയുന്നത്. തണ്ണീർക്കൊമ്പൻ എന്ന ആനയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് കേരള കർണാടക വനംവകുപ്പിനെതിരെ പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നിരിക്കുന്നത്. കർണാടകയിലെ ഹാസൻ ജില്ലയിൽ നിന്നും പിടികൂടിയ ആനയ്ക്ക് മിതമായ ചികിത്സ നൽകാതെയാണ് ബന്ദിപ്പൂർ നാഗർഹോള വനത്തിൽ തുറന്നുവിട്ടതെന്നാണ് കർണാടകയ്ക്കെതിരെയുള്ള പരാതി. ശാരീരിക പ്രശ്നങ്ങളുള്ള ആനയെ ചട്ടലംഘനം നടത്തി മയക്കുവെടിവെച്ചത് മുതൽ ആനയ്ക്ക് കുടിക്കാൻ വെള്ളം നൽകാത്തതും ആനയുടെ ശരീരത്തിൽ വെള്ളമൊഴിച്ച് തണുപ്പിക്കാത്തതും തുടങ്ങി നിരവധി പരാതികളാണ് കേരള വനം വകുപ്പിനെതിരെ ഉന്നയിക്കുന്നത്. രണ്ട് വിവാഹങ്ങളും പരാജയപ്പെട്ട നടിമാർ. സരിത, ശാന്തി കൃഷ്ണ, ശ്രുതി കൃഷ്ണ, മീര വാസുദേവൻ, അമ്പിളി ദേവി, സീത, അംബിക, നന്ദിത ദാസ്, രാധിക ശരത് കുമാർ. രണ്ട് വിവാഹങ്ങളും പരാജയപ്പെട്ട നടിമാർ.
preserve herself for the remainder of the match. Guillotine applied. Not going to last long in this one. The pressure is on. There it is. There's the tap out. Probably tapping to preserve herself for the remainder of the match. Guillotine applied. വണ്ടി എങ്ങനെയുണ്ട് നമ്മുടെ തെങ്ങ്? കൊടുത്ത കാശ് മുതലാവോ? നല്ല നെടുവരിയൻ എനവാ. കൂമ്പും കൊള്ള നന്നായിട്ട് ചെത്തിയ നല്ല കള്ള് കിട്ടും. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരമാണേ കാലാകാലങ്ങളായിട്ടുള്ള രീതി നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. സാറ് പറഞ്ഞോ, എന്താന്ന് വെച്ചാ ഞങ്ങൾ പരിഹരിക്കാം. പരമ്പരാഗത രീതി വെച്ചാവുമ്പോ ആ മറപ്പൊര ഇങ്ങോട്ട് നീങ്ങിയല്ലേ സ്ഥിതി ചെയ്യേണ്ടത് എന്നൊരു സംശയം. വൃത്തികെട്ടവനെ. ഇതാണ് എന്റെടാ നിന്റെ വാസ്തുശാസ്ത്രം. ഇറങ്ങി വാടാങ്ങോട്ട്.
ഏറ്റവും പ്രശ്നക്കാരായ ആനകളിൽ ഒരുവനായിരുന്നു ഗോവിന്ദൻ. ഗുരുവായൂർ ആനക്കോട്ടയിലെ കലാപകാരി മുറുവാലൻ മുകുന്ദനെ പോലെ ഒരിക്കലും പാപ്പാന്മാർക്ക് ചട്ടമാകാത്ത ആനയായ ഇവന്റെ ചുമതലയേൽക്കാൻ പാപ്പാന്മാർ പോലും ഭയന്നിരുന്നു. ആനയുടെ കലാപം കാരണം നിരവധി പാപ്പാന്മാരാണ് ഈ ആനയെ ഉപേക്ഷിച്ചു പോയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്താൻ കൊണ്ടുപോയ ആനയെ നടക്കിരുത്താതെ തിരിച്ചുവിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആന എത്രത്തോളം പ്രശ്നക്കാരനായിരുന്നുവെന്ന്. ആന നടത്തിയ കൊലപാതകത്തെക്കുറിച്ചും ഗോവിന്ദന്റെ ജീവിതത്തെപ്പറ്റിയും ഇതുവരെ ആരും പറയാത്ത കഥ നിങ്ങൾക്കായി. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ സ്വന്തമായി ഉണ്ടായിരുന്ന പോപ്സൺ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആനയായിരുന്നു ഗോവിന്ദൻ എന്ന ബാലകൃഷ്ണൻ. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ പുണ്യപൂങ്കാവനമായ കോന്നിക്കാടുകളിൽ ജനിച്ച ആനക്കുട്ടിയാണിവൻ. ഈ ആനയെ സ്വന്തമാക്കിയതിനു പുറകിൽ വാശിയുടെ ഒരു കഥയുണ്ട്. 80ന്റെ കാലഘട്ടത്തിൽ പോപ്സൺ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ നിൽക്കുമ്പോൾ ആനയ്ക്ക് ചട്ടമടിച്ചത് രാമൻ നായർ എന്ന പാപ്പാനായിരുന്നു. പൊതുവെ ചട്ടമ്പിത്തരമുള്ളത് കൊണ്ട് തന്നെ പൂരപ്പറമ്പുകളേക്കാൾ കൂടുതൽ തടിപ്പണിയായിരുന്നു ഗോവിന്ദന് വശം. പൂരപ്പറമ്പുകളിൽ മുഷിഞ്ഞു നിന്ന് ഉത്സവ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും അവൻ ഇടഞ്ഞിരുന്നു. ഗോവിന്ദന്റെ കലാപം കൊണ്ട് പൊറുതിമുട്ടിയ കാലം. ഒരിക്കൽ കുളത്തുപുഴയിൽ തടി പിടിക്കാൻ പോയ ആന പാപ്പാൻ ശിവരാമനെ തട്ടിയിട്ടു കുത്തി. ആനയുടെ ചങ്ങല ഒരു മരത്തിന്റെ വേരിൽ ബന്ധിച്ചിരുന്നതിനാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. അവിടെ നിന്നും ഗോവിന്ദനെ അഴിക്കുന്നത് ആറന്മുള മോഹൻദാസ് ഏട്ടനും കരുണാകരൻ എന്ന പാപ്പാനും കൂടിയാണ്. ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം കുമ്പടരാജൻ എന്ന ഗോവിന്ദന്റെ പഴയ പാപ്പാൻ ഗോവിന്ദനെ വീണ്ടും അഴിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം അവനിൽ നിന്നും പരവൂർ അശോകൻ എന്ന ആനയുടെ പാപ്പാനാവുകയും പിന്നീട് അശോകൻ ഇദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. അധികം വൈകാതെ ഈ ആന പോപ്സൺ ഗ്രൂപ്പിൽ നിന്ന് കാട്ടാക്കടയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. കാട്ടാക്കടയിലെത്തിയ ആന കാട്ടാക്കട ഗോവിന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഉടമ മാറിയെങ്കിലും ആനയുടെ കലാപത്തിന് യാതൊരു ശമനവും വന്നില്ല. ഇടഞ്ഞോട്ടം പതിവാക്കിയ ആനയെക്കൊണ്ട് പൊറുതിമുട്ടിയ